പേരോട് എം ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെയും നാദാപുരം ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡ് വികസന സമിതിയുടെയും ആഭിമുഖ്യത്തിൽ കുമ്മങ്കോട് ഈസ്റ്റ് LP സ്കൂളിൽ വിപുലമായ മെഡിക്കൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളിയേരി മലബാർ മെഡിക്കൽ കോളേജ് മുടക്കല്ലൂരിന്റെ സഹകരണത്തോടെ സൗജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പാണ് ഈസ്റ്റ് LP സ്കൂളിൽ ഇന്ന് രാവിലെ 9 മണി മുതൽ ആരംഭിച്ചിരിക്കുന്നത്. സൗജന്യമായി മരുന്ന് വിതരണവും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുമ്മങ്കോട് 14-ാം വാർഡ് വികസന സമിതിയുടെയും വാർഡ് മെമ്പർ മുഹമ്മദ് ബംഗ്ലത്തിന്റെയും നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലാവിധ സഹായ സഹകരണവുമായി പേരോട് MIM ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ടീമും ഈ ക്യാമ്പിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ജനറൽ മെഡിസിൻ, ENT, ഓർത്തോപീഡിക്, ഓപ്താൽമോളജി, ദന്ത വിഭാഗം എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധരായിട്ടുള്ള ഡോക്ടർമാർ രോഗികളെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നു. 100 കണക്കിന് രോഗികളാണ് ഈ ക്യാമ്പിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. കുമ്മങ്കോട് ഈസ്റ്റ് LP സ്കൂളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നാദാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MK സഫീറ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ മുഹമ്മദ് ബംഗ്ലത്ത് അധ്യക്ഷനായിരുന്നു. സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു. ഗ്രാമങ്ങളിൽ സുസ്ഥിര ആരോഗ്യത്തിന് മുൻഗണന നൽകിക്കൊണ്ട് മെഡിക്കൽ ക്യാമ്പിന് നേതൃത്വം നൽകുന്ന 14-ാം വാർഡ് വികസന സമിതിയും പേരോട് MIM ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റും അതുപോലെ തന്നെ ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്ന മുടക്കല്ലൂർ മലബാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ് ടീമിനും കുമ്മങ്കോടിന്റെ ഹൃദയംഗമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. 100 കണക്കിന് ആളുകളാണ് ഈ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് ഈ സൗകര്യം ഉപയോഗപ്പെടുത്തുന്നത്. നാദാപുരം പഞ്ചായത്തിലെ 14-ാം വാർഡിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പേരോട് MIM ഹയർ സെക്കൻഡറി NSS യൂണിറ്റ് പ്രത്യേകിച്ച് കുമ്മങ്കോട് 14-ാം വാർഡ് ഏരിയ ഒരു ദത്ത് ഗ്രാമമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 14-ാം വാർഡിൽ എല്ലാവിധ വികസന പ്രവർത്തനങ്ങൾക്കും പേരോട് MIM ഹയർ സെക്കൻഡറി NSS യൂണിറ്റിന്റെ സഹായം ഉണ്ടാകുമെന്ന് കോർഡിനേറ്റർ മനോജ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വളരെ സ്തുത്യർഹമായ സേവനമാണ് ഈ ക്യാമ്പ് കൊണ്ട് ഒരു നാട്ടിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.